ഇന്നിവിടെ എന്ന് വെച്ചാൽ മറ്റുൽപ്പന്നം പോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞങ്ങൾ പിടിച്ചു നിന്നത്. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വില വർധനയിലേക്ക് ഞങ്ങൾ മുതിർന്നത്. കോഴിക്കോട് ജില്ലയിലെ ബീഫ് പ്രേമികൾക്ക് ഒരു സങ്കടകരമായൊരു വാർത്തയാണ്. പക്ഷേ അവർ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ വരുന്ന ജൂലൈ 15 മുതൽ കോഴിക്കോട് ജില്ലയിൽ ബീഫിൻ്റെ വില കൂടുകയാണ്. അതേക്കുറിച്ച് പ്രതികരിക്കാൻ മീറ്റ് മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ടി കെ സാദിഖുണ്ട്. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ്? സാധാരണ ബീഫ് പ്രേമികൾ ഏറെയുള്ളൊരു ജില്ലയാണ് കോഴിക്കോട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബീഫ് എത്രത്തോളം വില കുറച്ച് വിൽക്കാൻ പറ്റുമോ അത്രത്തോളം വില കുറച്ച് വിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മളെ കോഴിക്കോട്ടേക്കായാലും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കായാലും കാലികളെ കൊണ്ടുവരുന്നത്. ഈ ജില്ലകളിലെല്ലാം കാലികൾക്ക് വലിയ തോതിൽ അനിയന്ത്രിതമായ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറമേ എന്ന് പറഞ്ഞാൽ മുൻപ് കാലങ്ങളിൽ അപേക്ഷിച്ച് ഇപ്പം വീണ്ടും ലോറികളിൽ കൊണ്ടുവരുന്ന മാടുകളെ തടഞ്ഞു നിർത്തി അത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ വരെയുണ്ട്. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന മാടുകൾ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നതെന്ന് പോലും അറിയാതെ കോടിക്കണക്കിന് ഉറുപ്പികകൾ ഈ കച്ചവടക്കാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചന്തകളിൽ വലിയ തോതിൽ വില വർദ്ധിച്ചിട്ടുണ്ട്. ആ വില വർധനവിൻ്റെ കൂടെ തന്നെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള എല്ല്, തുകിൽ, നെയ്യ് ഇതിനെല്ലാമുള്ള വില ഇടിയുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസത്തിലാണ് നിൽക്കുന്നത്. ഒരുവിധം കച്ചവടക്കാരെല്ലാവരും കടക്കണിയിലാണ്. ഈ സാഹചര്യം വെച്ചിട്ട് കഴിഞ്ഞ കോഴിക്കോട് ജില്ലാ ജനറൽ ബോഡി യോഗത്തിൽ കോഴിക്കോട് ജില്ലയിൽ 400 രൂപ എല്ലുള്ള മാംസത്തിനും 460 രൂപ എല്ലില്ലാത്ത മാംസത്തിനും വിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ വരുന്ന ജൂലൈ 15 തീയതി മുതൽ പ്രാബല്യത്തിൽ വരുത്താനാണ് സംഘടന ആലോചിക്കുന്നത്. ബീഫ് പ്രേമികളെ സംബന്ധിച്ച് ഇത് നിങ്ങളൊരു നിർബന്ധിതമായ സാഹചര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു വലിയൊരു സങ്കടകരമായൊരു വിവരമല്ല. അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പല ജില്ലകളിലും ഇത് 500-520 റുപ്യാണ് ഇപ്പോൾ വിൽക്കുന്നത്. നമ്മൾ മാക്സിമം ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാതെ നമ്മൾ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പം നമ്മുടെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വില വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടിലായി പോകുന്നതാണ്. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. നഷ്ടം സഹിച്ചാണോ വ്യാപാരം നടത്തേണ്ടി വരുന്നത്? അതെ, വലിയൊരു സാമ്പത്തിക ഭാരം ഈ കച്ചവടക്കാർക്കുണ്ട്. ദിനംപ്രതി ആയിരക്കണക്കിന് ഉറുപ്പിക നഷ്ടപ്പെട്ടുകൊണ്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. അത് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പിടിച്ചു നിൽക്കാനെങ്കിലും സാധിക്കണമല്ലോ കച്ചവടക്കാർക്ക്. കാരണം ഇതിൽ ലാഭമില്ലെങ്കിലും മുതലില്ലെങ്കിലും നിലനിന്നാലേ ഈ കച്ചവടക്കാർക്കും അവിടെ അനുബന്ധ തൊഴിലാളികളെ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അവർ കുടുംബം പുലർത്തണ്ടേ. അപ്പോൾ എല്ലാവരുടെയും ഉപജീവനമാർഗം കൂടിയാണിത്. പ്രത്യേകിച്ച് ഈ മലബാറിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളോടനുബന്ധിച്ചുള്ള ഇത് കൊണ്ടുവരുന്നവരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടനിലക്കാരും ഒക്കെ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അതിനിവിടെ ഒരുപാട് പ്രയാസം ഈ വിലക്കയറ്റത്തോടു കൂടി നമുക്കുണ്ടായിട്ടുണ്ട്. കാരണം 50% കാലികളെ ഇന്ന് ചന്തയിൽ വരുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെയല്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ചിക്കനാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും മാർക്കറ്റിൽ വരവ് കുറയുമ്പോൾ സാധനത്തിന് ക്രമാതീതമായി വില വർധന ഉണ്ടാവും. ഇന്നിവിടെ എന്ന് വെച്ചാൽ മറ്റുൽപ്പന്നം പോലെ ഞങ്ങൾക്ക് പെട്ടെന്ന് വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം ഞങ്ങൾ പിടിച്ചു നിന്നത്. അപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വില വർധനയിലേക്ക് ഞങ്ങൾ മുതിർന്നത്. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. നിവൃത്തിയില്ലാത്തത് കൊണ്ട് നഷ്ടം സഹിച്ചാണ് ഇവർ പലപ്പോഴും ബീഫ് കച്ചവടം നടത്തുന്നത്. ഇപ്പോൾ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് വില വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.